പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ 25 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ അറസ്റ്റിലായി മുസ്ലിം ലീഗ് നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ടി.പി. ഹാരിസിനെ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് ഹാരിസിനെ കസ്റ്റഡിയിലെടുത്തത്. CB അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ഹാരിസിനെ പിടികൂടിയിട്ടുണ്ട്. എന്തായിരുന്നു ഈ തട്ടിപ്പ്? അഭിലാഷ, കഴിഞ്ഞ ദിവസമാണ് മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് എമിഗ്രേഷൻ വിഭാഗം ടി.പി. ഹാരിസിനെ ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ തടഞ്ഞു വെച്ചത്. തുടർന്ന് അദ്ദേഹത്തിനെ അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തി മലപ്പുറം പോലീസ് എത്തി കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ മലപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഇവിടുത്തെ നടപടികൾ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്യിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതി ഇപ്രകാരമാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതികൾ അതിൽ പങ്കാളികളാക്കി ലാഭം നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെന്നാണ് പരാതി. 6 പേരാണ് പരാതിക്കാരായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ 20ഓളം പേർ ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും 25 കോടിയോളം രൂപ അവർക്ക് നഷ്ടമായിട്ടുണ്ടെന്നുമാണ് പരാതിക്കാർ പറയുന്നത്. അതായത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ പേരിൽ ആദ്യം തന്നെ പണം വാങ്ങുകയും പിന്നീട് ഇത് മറ്റേതെങ്കിലും കമ്പനിക്ക് മറിച്ച് നൽകി ബിനാമി പേരിൽ നൽകി അവരിൽ നിന്ന് പണം ലാഭം നേടി ഇവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് പരാതിക്കാർ ഈ പണം തട്ടിപ്പിൻ്റെ രീതിയെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ ജില്ലാ പഞ്ചായത്ത് ഇതിനെ അംഗീകരിച്ചില്ല. ടി.പി. ഹാരിസിൻ്റേത് ഒറ്റപ്പെട്ട പ്രവൃത്തിയാണ്. ടി.പി. ഹാരിസ് ചെയ്തതിൻ്റെ ഉത്തരവാദിത്തം ടി.പി. ഹാരിസിന് മാത്രമാണ്. ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിൽ പണം കൈപ്പറ്റി ആർക്കും തന്നെ ജോലി നൽകുന്നില്ല. ഹാരിസിൻ്റേത് പണം മറിക്കാനുള്ള തട്ടിപ്പ് പരിപാടികളായിരുന്നു എന്നാണ് അവരുടെ വിശദീകരണം. ഹാരിസ് രാജിവെക്കണോ വേണ്ടയോ എന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കാമെന്നും അതിലിടപെടാൻ കഴിയില്ലെന്നും ഭരണസമിതി പറയുന്നുണ്ട്. പക്ഷേ ഭരണസമിതിയുടെയും ജില്ലാ പഞ്ചായത്തിൻ്റെ അറിവോടെയല്ല ഈ തട്ടിപ്പെന്നാണ് അവരുടെ ഭാഗത്തുള്ള വിശദീകരണം. മറുവശത്ത് ഇടതുപക്ഷമാകട്ടെ മുസ്ലിം ലീഗിനെതിരെ വലിയ വിമർശനത്തിന് ഇത് ആയുധമാക്കുന്നുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ടി.പി. ഹാരിസിൻ്റെ ഈ ഒരു തട്ടിപ്പ് വരും ദിവസങ്ങളിലും വലിയ തോതിൽ തന്നെ പ്രതിഷേധമായിട്ടും രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ടി.പി. ഹാരിസിൻ്റെ അറസ്റ്റ് ഇതിനോടകം തന്നെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മജിസ്ട്രേറ്റ് മുമ്പിലേക്ക് ഹാജരാക്കി തുടർ നടപടികളിലേക്ക് കടക്കും പോലീസ്. ഈ സാമ്പത്തികമായ തട്ടിപ്പ് ഒറ്റയ്ക്ക് എന്ന നിലയിലാണോ അതെയോ മറ്റേതെങ്കിലും തരത്തിൽ കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട്, അത്തരം സാധ്യതകളോ മറ്റോ ഉണ്ടോ അനുമോദ്? ഈ പരാതിക്കാരുടെ മൊഴിയിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയും പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ FIR-ൽ സെക്രട്ടറിയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ തെളിവുകളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. ടി.പി. ഹാരിസിലേക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ പരാതിയുടെ ആരോപണങ്ങളുടെ പ്രധാനമായിട്ടും മുൾമുന ഉള്ളത്. അതിനപ്പുറം ഈ ലീഗിലെയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഭരണനേതൃത്വത്തിലെ ഉന്നതർക്കും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അത്തരത്തിൽ ആർക്കും പങ്കില്ല എന്ന് ഇതുവരെയുള്ള അന്വേഷണത്തിൽ പോലീസ് പറയുന്നുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷം അത്തരത്തിലുള്ള ആക്ഷേപം തന്നെ ഉന്നയിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്നും ഹാരിസിനെ സംരക്ഷിക്കാൻ ലീഗ് നേതൃത്വം രംഗത്തുണ്ടെന്നും ഇടതുപക്ഷം ആരോപിക്കുന്നുണ്ട്. പക്ഷേ അതിന് ആരോപണത്തിനപ്പുറം മറ്റു തെളിവുകൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു തട്ടിപ്പിൽ ഇരയായവരിൽ ഭൂരിഭാഗം പേരും പണം ലിക്വിഡ് മണി ആയിട്ട് ആണ് കൈമാറിയിട്ടുള്ളത്. അതും ഈ ഒരു അന്വേഷണത്തിന് തടസ്സമാകുന്ന ഒരു കാര്യമാണ്. എത്ര പേർ പണം നൽകിയ കാര്യം പോലീസിന് മുമ്പാകെ രേഖാമൂലം സമ്മതിച്ചു കൊടുക്കുമെന്നതും ചോദ്യമായി ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ലിക്വിഡ് മണിയായിട്ട് രേഖകളില്ലാത്ത പണമാണ് ഹാരിസ് നിരൂപിച്ചിട്ടുള്ളത് എന്നത് തന്നെ ഈ ഒരു തട്ടിപ്പ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകാതിരിക്കാൻ സ്വീകരിച്ച മുൻകരുതലാണ് എന്ന് തന്നെ വേണം കരുതുവാൻ. ആണെങ്കിൽ പരാതി നൽകിയ ആളുകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. തീർച്ചയായും ഈ സൂചിപ്പിക്കുന്ന പോലെ ഇതിപ്പോൾ വലിയ ക്രമക്കേടാണ് ആരോപിക്കുന്നത്. കാരണം 25 കോടി രൂപയുടെ തട്ടിപ്പ് എന്നതാണ് പറയുന്നത്. ലീഗ് നേതാവായതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഈ ഒരു ആരോപണം ഉയർന്ന സമയത്ത് തന്നെ മുസ്ലിം ലീഗ് ഇയാളെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിലേക്ക് ലീഗ് നേതൃത്വം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത് ഹാരിസ് ഒറ്റയ്ക്ക് നടത്തിയ പാർട്ടിയുടെ സമ്മതമില്ലാതെ പാർട്ടിയുടെ അറിവോ ഒന്നുമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഈ തട്ടിപ്പ്. ഈ പരാതിയായിട്ട് വന്നവരിൽ ഭൂരിഭാഗവും ലീഗുകാരാണ് എന്നതാണ് മറ്റൊരു കാര്യം. അതായത് ഹാരിസിൻ്റെ പ്രവൃത്തി ഒറ്റപ്പെട്ടതാണെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിട്ടാണ് അദ്ദേഹത്തെ പുറത്താക്കി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് നേതൃത്വവും അദ്ദേഹത്തിന് കൈയൊഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത്തരത്തിൽ ഉള്ള നീക്കങ്ങളും നടപടികളൊക്കെ ഒറ്റപ്പെട്ടതാണ്. ഹാരിസ് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തതാണ്. അതിൽ ലീഗിന് പങ്കില്ല എന്ന നിലപാട് തന്നെയാണ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ലീഗ് നേതൃത്വത്തിൽ കൃത്യമായൊരു വിശദീകരണം നൽകേണ്ടതുണ്ടെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുള്ള പ്രതിഷേധമുണ്ടാകുന്നത്. വരും ദിവസങ്ങളിലും ലീഗ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തും കടന്നാക്രമണം
ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാനാകുന്നത്. യെസ്, ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികളിൽ കരാർ നൽകാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് അംഗം 25 കോടി രൂപ തട്ടിയത് എന്ന പരാതി. ഒപ്പം അനുമതി, ഇതിൽ ഒരു കാര്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ ഈ കരാറിൻ്റെയൊക്കെ ഭാഗമാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ തട്ടിപ്പ് നടത്തുമ്പോൾ ഈ പദ്ധതികളിൽ നിന്ന് ലഭിക്കുന്ന വിഹിതം, അതായത് കോടികൾ ചെലവഴിക്കുന്ന പദ്ധതികളിൽ എത്ര തുക വേണ്ടിവരും ഇതിൽ ചെലവഴിക്കാൻ, ബാക്കി അത്രയും ഇത് ഏറ്റെടുക്കുന്നവർക്ക് സ്വന്തമാക്കാം എന്നതുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം അത്ര വലിയ കോടികളുടെ തട്ടിപ്പാണല്ലോ ഇപ്പോൾ നടന്നിട്ടുള്ളത്. അഭിലാഷ്, അതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കരാർ നൽകാമെന്നല്ല, ഈ പദ്ധതികളിലേക്ക് പണം മുടക്കിയാൽ നിങ്ങൾക്ക് ഇത്ര മാസം കൊണ്ട് പണം തിരിച്ചു നൽകുമെന്നുള്ള. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡയാലിസിസ് സെൻറ്റർ അല്ലെങ്കിൽ ഇത്രയും ഡെസ്ക് ബെഞ്ചുകൾ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്കൂളിൽ നൽകുന്നു എന്ന് പറയുമ്പോൾ ഈ ഡെസ്ക് ബെഞ്ച് നിർമ്മിക്കുവാനായിട്ട് 30 ലക്ഷം രൂപ ഒരാളിൽ നിന്ന് ആദ്യമേ ഇദ്ദേഹം വാങ്ങുന്നു. തുടർന്ന് ഈ ഡെസ്ക് ബെഞ്ച് നിർമ്മിക്കാനുള്ള കരാർ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ഏജൻസിയാണ് നൽകുക. ഈ പരാതിക്കാർ പറയുന്നത് ഇത്തരത്തിലുള്ള ഏജൻസികളുടെ അറിവോടെയാണ് ഈ ഹാരിസ് പണം പിരിക്കുന്നത്. എന്നിട്ട് ഈ ഹാരിസ് പറയുന്നത് പോലെ ഏതെങ്കിലും ബിനാമികൾക്ക് ഈ ഏജൻസികൾ കരാർ നൽകുകയും ബില്ല് പാസ്സായി വരുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന തുക, അത് ഈ ബില്ല് ഇതിൻ്റെ കൊട്ടേഷൻ വയ്ക്കുമ്പോൾ തന്നെ ലാഭവിഹിതം കണക്കാക്കിയിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും കൊട്ടേഷൻ വയ്ക്കുക. അപ്പോൾ ഹാരിസ് പറയുന്ന തരത്തിൽ ഈ നിർമ്മാണം നടത്തി ഒരു ഏജൻസി ഇവർക്കത് കൈമാറുകയും അതിൻ്റെ ലാഭവിഹിതം ഹാരിസ് പറയുന്ന ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് പരാതിക്കാർ പറയുന്നത്. അതായത് നേരത്തെ തന്നെ മുൻകൂട്ടി പണം പിരിച്ച് മാസങ്ങൾക്കുള്ളിൽ അത് ലാഭവിഹിതമടക്കം നൽകി തിരിച്ചു കൊടുക്കുന്ന രീതിയാണ് ഹാരിസ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് പലയിടത്തും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് പരാതിക്കാർ കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും ഒരു പ്രധാന പ്രശ്നം, പലതും ലിക്വിഡ് മണിയാണ്, രേഖകളിൽ കാണിക്കാൻ കഴിയാത്ത പണമാണ് ഈ ഹാരിസിന് നൽകിയിട്ടുള്ളത് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പണത്തിൻ്റെ ഉറവിടം പോലീസിന് മുമ്പാകെ വെളിപ്പെടുത്തേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ പലരും പണം മുടക്കിയവർ പലരും പരാതിയായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു വശം. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് CV അനുമോദ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പോലീസ് ഉദ്യോഗസ്ഥനെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊട്ടാരക്കര നീലേശ്വരത്താണ് സംഭവം. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആനന്ദ് ഹരിപ്രസാദ് ആണ് മരിച്ചത്. വീടിന് മുന്നിലെ മരത്തിൽ ആണ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. വിനീഷാണ് ചേരുന്നത്. വിനീഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്താണ് ഇതിന് പിന്നിൽ എന്നതിൽ എന്തെങ്കിലും സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? അഭിലാഷ്, ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആനന്ദ് ഹരിപ്രസാദാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 49 വയസ്സാണ്. കൊട്ടാരക്കര നീലേശ്വരം സ്വദേശിയാണ്. വീടിന് മുന്നിലെ മരത്തിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതശരീരം കണ്ടത്. ആത്മഹത്യ എന്നാണ് ഒരു പ്രാഥമിക നിഗമനം. ഇയാളുടെ അമ്മ മരിച്ചിട്ട് ഏകദേശം ഒരു 16 ദിവസമാവുന്നു. ഇതിന്റെ ഒരു മനോവിഷമമാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് കുടുംബാംഗങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. എന്തായാലും മൃതശരീരം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം